മഹത്വം ഉണ്ടാകട്ടെ. ഈ യസൻപുരം കവലയിൽ വന്ന് നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവ സുവിശേഷ സത്യങ്ങൾ ഇവിടെയുള്ളതായ ദേശനിവാസികളോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവിടെ ഞങ്ങളൊരു ബാനർ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ വിഷയം മറ്റൊന്നുമല്ല, ലഹരി വിമുക്ത സന്ദേശയാത്ര. ലഹരി വിമുക്ത സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഈ വഴിയോരത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ മൈക്കിന്റെ ശബ്ദ തരംഗ പരിധിക്കുള്ളിൽ അങ്ങിങ്ങായി വീടുകളിൽ ഇരുന്നു കൊണ്ടും വ്യാപാര കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതായ നാട്ടിലെ മാന്യരായ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹ അഭിവാദനങ്ങൾ ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഒരു 20 മിനിറ്റ് സമയം ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ബാനറിൽ ചില ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മദ്യം, മയക്കുമരുന്ന്, പുകയിലയുടെ ഉപയോഗം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാവരും തന്നെ ഒരു പരിധി വരെ കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ചും ദൈനംദിനം മരണത്താൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ധനനഷ്ടം, മാനനഷ്ടം, അതുപോലെ തന്നെ ആരോഗ്യനഷ്ടം എന്ന് വേണ്ട പല പല ദുഃഖങ്ങളിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ, പിഞ്ചോമനകൾ, സ്കൂളിൽ പഠിക്കുന്നവര്, കോളേജിൽ പഠിക്കുന്നവര്, യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്നതായ നമ്മുടെ പിഞ്ചോമനകൾ, അവർ പോലും ഇന്ന് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്റ്റ് ആണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കുവാൻ, നേർവഴിക്ക് നടത്തുവാൻ കഴിയും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടത്, ഉറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം ഇപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞല്ലോ, ജീവിതം ലൈഫ് ഈസ് ഷോർട്ട്. ജീവിതം വളരെ നൈമിഷികമാണ്, ക്ഷണികമാണ്, ക്ഷണഭങ്കുരമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ ലൈഫ്. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ ജീവിതമാണ്. അതൊരു പക്ഷെങ്കിൽ 60 വയസ്സോ 70 വയസ്സോ അല്ലെങ്കിൽ 80 വയസ്സൊക്കെ ജീവിച്ചിരിക്കാം. അതിനുശേഷം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാലയളവിന് മുമ്പേ തന്നെ മനുഷ്യൻ പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ മദ്യപാനം ചെയ്യുന്നതുകൊണ്ടും പുകയിലയുടെ മിതമായ ഉപയോഗം കൊണ്ടും ക്യാൻസർ പോലുള്ളതായ മാരമായ രോഗത്തിന് അടിമയായിത്തീരുന്നു. അതുകൊണ്ട് ദൈനംദിനം മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ഡൈയിങ് ഇഞ്ച് ബൈ ഇഞ്ച്, ഡേ ബൈ ഡേ. ഇഞ്ചിഞ്ചായി മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുന്നു മദ്യപാനം മൂലം, കരള് തകർന്നുകൊണ്ടിരിക്കുന്നു, ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കിഡ്നികൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ ആന്തരിക അവയവങ്ങൾ നശിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? എന്താണ് ഇതിനൊരു ഒരു വിമോചനം കിട്ടുവാൻ എന്താണ് ഒരു മാർഗം? മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ നന്നായാൽ ലോകം നന്നാകും. മനുഷ്യൻ നന്നായാൽ ലോകം നന്നാകും എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും, ഓരോ മനുഷ്യനും തന്റെ ആരോഗ്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിട്ട് എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് തീർച്ചയായും ഒരു മാനസാന്തരം, മനസ്സിനൊരു മാറ്റം വരിക എന്നതുള്ളതാണ് ഇതിൽ നിന്നും ദൈവവും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എത്ര ഉപദേശിച്ചാലും, മറ്റാരൊക്കെ എത്രമാത്രം ഉപദേശിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മൾ തന്നെ ഒരു പക്ഷെങ്കിൽ ഇതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വരണമെന്ന് നിർബന്ധമില്ല. ദൈവം പിടിച്ചെങ്കിൽ മാത്രമേ, ദൈവം തമ്പുരാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു മാനസാന്തരം മനുഷ്യർക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തെറ്റുകൾ, ഈ പാപങ്ങൾ വിട്ട് ഒഴിഞ്ഞ് മനുഷ്യനെ സ്വതന്ത്രനായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അവന്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ മുതലായ രോഗങ്ങൾ അവൻ തന്നെ മനഃപൂർവ്വം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ചില ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. വളരെ ഗൗരവമായ അല്ലെങ്കിൽ വളരെ ദയനീയമായി ഒരു മനുഷ്യന്റെ ശരീര അവയവങ്ങൾ ഇഞ്ചിഞ്ചായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവനൊരു ദിവസം ഒരിക്കൽ മരണപ്പെടുന്നു. ഇതിനെന്താണ് പരിഹാരം? അവന്റെ പണം നഷ്ടം, വീട്ടിൽ അവന്റെ സാന്നിധ്യമില്ലാതെ പോകുന്നു, അവൻ മൂലം അവന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ദുഃഖത്തിലാണ്ടു പോകുന്നു, കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു.
എന്ന് വേണ്ട ഒട്ടനവധി തിക്തഫലങ്ങൾ ഇതുമൂലം അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് ഞങ്ങൾ എന്ന് പറയുന്ന സന്ദേശം. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിണത ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് ദൈവത്തിന്റെ തിരുവചനം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്ത ദേഹി മരിക്കും. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ആയതിനാൽ ആ മരണത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗസ്നായ പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഈ യസൻഗിരി പ്രദേശത്തെ പലപ്രാവശ്യം ഞങ്ങൾ വന്ന് ഇതുപോലെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിച്ചിട്ടുണ്ട്. ലഹരി വിമുക്ത സന്ദേശയാത്രയുടെ ഭാഗമായി തന്നെ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ഇന്ന് പലകാലം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു നിങ്ങളെ രക്ഷിക്കും. കർത്താവായ യേശു തമ്പുരാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് വഴി നടത്തുമെന്ന് കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനോഹരമായ ഒരു ചോദ്യമാണ് ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഇഫ് എ man dies shall he live again? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ചോദ്യമാണ്. അതിന് ഉത്തരം ദൈവം തന്നെ പറഞ്ഞു, യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ബഥേനിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ മാർത്ത, മറിയ എന്നീ സഹോദരിമാരും അവരുടെ ഏക സഹോദരൻ ലാസറും ജീവിച്ചിരുന്നു. ലാസർ മരിച്ചുപോയി. 4 ദിവസം കഴിഞ്ഞു. യേശു ഇപ്പോൾ അവരുടെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരിമാർ കർത്താവിനോട് ആവലാതി പറഞ്ഞു, കംപ്ലൈന്റ് പോലെയൊക്കെ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പുനരുദ്ധാനത്തെങ്കിൽ യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. ഞാൻ തന്നെയാണ് പുനരുദ്ധാനം. മരിച്ച വ്യക്തിയെ വീണ്ടും ജീവിപ്പിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാനാണ് പറയുന്നത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല, മരിക്കയില്ല എന്നാണ് യേശു പറഞ്ഞതിന്റെ സാരം. യേശു വീണ്ടും പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. He that believes in me, he will live even if he dies. അവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകൾ കൂടെ ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഒരു മരണമുണ്ട്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ആ മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മരണം വഴിയായി മാറ്റപ്പെടേണ്ടവരാണ്. അത് സത്യമാണ്. പക്ഷെങ്കിൽ മരണത്തിന് അപ്പുറം എന്താണ്? വാട്ട് ഈസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്? അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഈസ് ദെയർ എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. ദെയർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. സ്വർഗത്തിൽ പോകണമെങ്കിൽ വചനം പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം മരണപ്പെട്ടാലും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും നിത്യജീവൻ അവകാശികളായി തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല എന്നുകൂടിയാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അത് ഒരു കാലത്ത് ഞങ്ങളും പാപികളായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റായി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തി. അങ്ങനെ ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ
അല്ലെങ്കിൽ ഒരു ദിവസം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഞങ്ങളൊക്കെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവൻ എൻ്റെ കർത്താവും രക്ഷകനും രക്ഷിതാവുമായിട്ട് ഞങ്ങളെ കർത്താവിനെ അംഗീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൃദയത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്താണ് ആ സമാധാനം എന്ന് പറയുന്നത്? മനുഷ്യൻ തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സമാധാനമല്ല, കർത്താവായ യേശുവിലൂടെ കിട്ടുന്നതായ സമാധാനമാണ്, സന്തോഷമാണ്. അത് നിത്യമായ സമാധാനമാണ്, നിത്യമായ സന്തോഷമാണ്. അതുകൊണ്ട് നിത്യത അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ് യേശുവിനോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെ ചെലവഴിക്കൂ എന്നുള്ളതായ ആ പ്രത്യാശയും കൂടി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെടുവാനും മറ്റൊരു മാർഗവുമില്ല. ഈ ഭൂമിയിൽ അനേകം മാർഗങ്ങളുണ്ട്, പക്ഷെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല മരണം കൈവരിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യനെ തകർത്ത് കളയുന്ന, ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന് മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. മദ്യം വിഷമാണ്, അത് എടുക്കരുത്, കുടിക്കരുത്, തുടരുന്നൊക്കെ പലരും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പുകവലിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്ന നിലയ്ക്ക് ഒരു വാക്യം, ഒരു മനോഹരമായ ഒരു വാക്യം തന്നെ സിഗരറ്റ് പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതായത് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസർ മുതലായ രോഗങ്ങൾ പിടിപെട്ട് നാം എന്തിനാണ് നേരത്തെ മരിക്കുന്നത്? അതുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. നമ്മളെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് മാത്രമേ അത് നയിക്കുകയുള്ളൂ എന്നുള്ള സത്യവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരായ പാതയിൽ നടക്കുവാൻ നമ്മളാണ് അവരെ ഉപദേശിക്കേണ്ടത്. അധ്യാപകർ അവരെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. യഥാർത്ഥമായ ഒരു ഹൃദയപരിച്ഛേദന, ഒരു മാനസാന്തരം, ഒരു മനംമാറ്റം ആണ് ഇവിടെ ആവശ്യം. അങ്ങനെ മനസ്സിനൊരു മാറ്റം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഈ ചീത്ത സ്വഭാവങ്ങളിലൂടെ എന്നേക്കുമായി ഇവിടെ പറയും. അത് ആർക്ക് ചെയ്യുവാൻ സാധിക്കും? മറ്റാർക്കും കഴിയയില്ല. നമ്മളെ സൃഷ്ടിച്ച് സൃഷ്ടാവാകുന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ മനസ്സിനൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ ഇന്ത്യയിലെ നല്ല പൗരന്മാരായി, നല്ല ഉത്തമ പൗരന്മാരായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വഴിയോരത്ത് നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലോകം നാശത്തിലേക്ക് നിപതിക്കുകയാണ്. നാം വസിക്കുന്ന ഈ ലോകം നാശത്തിലേക്ക്, കൊടും നാശത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു മോചനം നമുക്ക് ആവശ്യമല്ലേ? അതുകൊണ്ട് യേശു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമം ഒഴികെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ആ യേശുവിന്റെ പാത പിന്തുടരുവാൻ നമുക്ക് ദൈവം സംഗതിയാക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ലഹരി വിമുക്തമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമ്മുടെ രാജ്യം അങ്ങനെ ലഹരി വിമുക്തമായ ഒരു രാജ്യമായി തീരട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. അതിന് നമ്മൾ സ്വയം ഒരുങ്ങേണ്ടത് ആവശ്യമായിരിക്കുന്നു. മാതാപിതാ, ഗുരു, ദൈവം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളെ ഉപദേശിക്കുവാൻ മാതാവും പിതാവും ഒക്കെ ദൈവവും ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഗുരുക്കന്മാർ, അധ്യാപകരൊക്കെ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ശരിയായ ഒരു വിടുതൽ, ശരിയായ ഒരു മോചനം ഒരിക്കലും സാധ്യമായി കാണുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ സ്വയം ചിന്തിച്ചെങ്കിൽ മാത്രമേ, സ്വയം ഒരു മാനസാന്തരത്തിന് ഉടമയായി തീർന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം എന്നേക്കുമായുള്ളൊരു മോചനം ലഭിക്കുകയുള്ളൂ. ആ കാര്യം ഞങ്ങൾ ഒന്നുകൂടി ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച ഇന്നാട്ടിലെ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. എങ്ങനെ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പുനരുദ്ധാനം എന്ന് പറയുന്ന കർത്താവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ പുനരുദ്ധാനത്തിലൂടെ, അല്ലെങ്കിൽ വീണ്ടും ജനനത്തിലൂടെ, അല്ലെങ്കിൽ വീണ്ടുമുള്ള ഉദ്ധാരണത്തിലൂടെ, ഉയർപ്പിലൂടെ
ഒരു പുതിയ ജീവിതം ദൈവം തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദാനം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ടും ഇത്രയും സമയം എൻ്റെ എളിയ വാക്കുകൾ ശ്രദ്ധിച്ച ഇന്നാട്ടിലെ എസ് എൻ പുരം നിവാസികളോട് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു.